ഈ കുട്ടികളാകുമ്പോൾ പേന പെൻസിലൊക്കെ കണ്ണിൽ തട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊണ്ട് ഉള്ള ഒക്കെ പല ഡാമേജുകളും സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ആവാറുണ്ടോ, അല്ലെങ്കിൽ അത് ഉണ്ടായാൽ നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് വിശദീകരിക്കാമോ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത്. ഇതിലായിട്ട് എന്താ പറയുക, കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഓരോ ദിവസം പുതിയ പുതിയ എക്യുപ്മെൻറ്റ്സ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പലപ്പോഴും കുട്ടികളുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് എക്യുപ്മെൻ്റ് അല്ല, അത് വെപ്പണായി മാറാറുണ്ട് എന്നുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ കണ്ണിൽ ചെറിയൊരു എന്തൊരു പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ കണ്ണിൻ്റെ ആ വെള്ള ഭാഗമുണ്ടല്ലോ, നമ്മളെ വെള്ള ശരിക്കും ക്ലിയറാണ്. അതിൻ്റെ പുറത്തൊരു ചെറിയൊരു ട്രാൻസ്പെറൻറ്റ് ലെയർ ഉണ്ട്, കഞ്ചങ്ക്റ്റീവ് എന്നറിയും. അതിൻ്റെ അകത്ത് രക്തക്കോലകളുണ്ട്, സ്ക്ലീറലുണ്ട്, കഞ്ചങ്ക്റ്റീവിലാണ് കൂടുതലുള്ളത്. ആ കഞ്ചങ്ക്റ്റീവ് ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് ബ്ലഡ് കട്ട പിടിക്കും, നല്ല ചുവപ്പ് പോലെ ഉണ്ടാവും. അത് ആണ് പലപ്പോഴും ആ കുട്ടികൾ കൊണ്ടുവരാറുള്ളത്. കുട്ടീൻ്റെ കണ്ണിനകത്ത് നല്ല ചുവപ്പുണ്ട്, ചെറിയ പെൻസിൽ തട്ടിയിട്ടുണ്ടെന്ന്. ചിലപ്പോൾ വളരെ നിസ്സാരമായ ഇതുണ്ടാവുള്ളൂ, ഒന്നും പ്രശ്നമില്ല, ചിലപ്പോൾ ഒന്നും ചികിത്സ ചെയ്യാൻ ആവശ്യമുണ്ടാവില്ല. നേരെ മറിച്ച് കുറച്ചുകൂടി ഫോഴ്സിൽ തട്ടിയിട്ടുണ്ടാവും, പക്ഷെ പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ലക്ഷണം ഉണ്ടാവില്ല. അങ്ങനത്തെ കേസാണ് കൂടുതൽ ഡേഞ്ചറസ്, അത് ശ്രദ്ധിക്കണം. പക്ഷെ അത് പലപ്പോഴും നമ്മൾ തട്ടീൻ്റെ തീവ്രത എത്ര നമുക്കറിയില്ല, കുട്ടിക്ക് മാറിയിട്ട് ലക്ഷണമൊന്നുമില്ല, അത് ഭാവിയിൽ പ്രയാസം ഉണ്ടാക്കാം. അതുകൊണ്ട് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ തീവ്രത നമുക്ക് അളക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കേസിൽ പലപ്പോഴും കാണിക്കുന്നതന്നെയായിരിക്കും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ നമുക്കൊരു ചെറിയൊരു സാമ്പത്തിക ഇതേ ഉള്ളൂ, പക്ഷേ അത് ചിലപ്പോൾ ഭാവിയിൽ കാര്യമായ പ്രയാസം ഉണ്ടാക്കുന്ന അതാണ് ബ്ലഡ് ട്രോമ എന്നുള്ളത്. പെനിട്രേറ്റർ ട്രോമ സിംറ്റമാറ്റിക് ആണ്. ഒരു ചെറിയ സ്ക്രാച്ചായി കണ്ണിൽ കരട് തട്ടി കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് കണ്ണിൽ കോർണിയിൽ സ്ക്രാച്ചായി കഴിഞ്ഞാൽ നല്ല കരട് തടച്ചിട്ടുണ്ടാവും, വെള്ളച്ചാട്ടം ഉണ്ടാവും, കുട്ടി കണ്ണ് തുറക്കാൻ കഴിയില്ല, കുട്ടി കരയും. അപ്പോൾ നമ്മൾ എന്തായാലും ഡോക്ടർക്ക് വരും. എന്നുവെച്ചാൽ കുറച്ച് ഫോഴ്സിൽ തട്ടി ചിലപ്പോൾ ഒന്നും അപ്പോൾ പ്രത്യേകിച്ച് ചിലപ്പോൾ കുറച്ചും കരയും, അത് കഴിഞ്ഞാൽ പ്രയാസം കുട്ടിക്കുണ്ടാവില്ല, പക്ഷെ ഭാവിയിൽ അത് പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് പരിക്കാണെങ്കിൽ കഴിയുന്ന നമ്മൾ വേഗം കാണിക്കുന്നുണ്ട്. പിന്നെ വേറൊരു പരിക്ക് നമ്മൾ കെമിക്കലാണ്, പലപ്പോഴും പല കെമിക്കലും കണ്ണിലേക്ക് ആവുന്നത്. അപ്പോൾ ഏത് കെമിക്കൽ ആർക്ക് കണ്ണിലായാലും എത്രയും പെട്ടെന്ന് ഡോക്ടർക്ക് എത്തിക്കല്ല വേണ്ടത്, എത്രയും പെട്ടെന്ന് കണ്ണിൽ വെള്ളം വെച്ച് കഴുകാൻ വേണ്ടത്. എന്ത് വെള്ളമാണോ നല്ല ശുദ്ധമായ വെള്ളം കൊണ്ട് കഴുകുക. നോർമൽ സലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ പുറത്ത് പറഞ്ഞാൽ ഗ്ലൂക്കോസും വെള്ളം എന്ന് പറയുന്ന ഉണ്ടല്ലോ, നോർമൽ സലൈനാണ് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കാറില്ല, IV ഡ്രിപ്പായിട്ട് കൊടുക്കുന്ന ഫ്ലൂയിഡ്. അത് കിട്ടുമെങ്കിൽ അതാണ് നല്ലത്. അല്ലെങ്കിൽ റിങ്ങർ ലാക്റ്റേറ്റ് എന്ന് പറഞ്ഞ സാധനം, അതൊക്കെ കണ്ണിലേക്ക് ഒഴിച്ച് കഴുകാം. അതൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ സാധാ വെള്ളം കൊണ്ട് കഴുകാം. ആ വെള്ളം കൊണ്ട് നമ്മൾ കഴുകണം എന്ന് പറയുമ്പോൾ ആളുകൾ ചെയ്യുന്ന ഒരു പൊട്ടത്തരം എന്ന് വെച്ചാൽ വെള്ളത്തിൽ പരന്ന പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിനകത്ത് കണ്ണിമ കൂട്ടിക്കൊണ്ട്, അതുകൊണ്ട് ഒരു കാര്യമില്ല. മറന്ന് കിടക്കുക, വേറെ ആളെ കൊണ്ട് കണ്ണിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി പറയാം. ചെറിയ ഗ്ലാസ്സിന് എന്തെടുത്തിന് തുടർച്ചയായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുക, അതൊരു 10-20 മിനിറ്റ് തുടർച്ചയായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുക. പ്രയാസം ഉണ്ടാവും, ആ പ്രയാസം സഹിച്ച് നമ്മൾ ചെയ്തേ പറ്റും. അതൊരു പുതിയ അറിവാണ്. അതുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് കറക്റ്റാണ്. കാരണം നമ്മൾ ഇമ വിട്ടും കണ്ണ് അടക്കും, നമ്മൾ അധികം വെള്ളം കണ്ണ് കാക്കാനില്ല. എന്നുവെച്ചാൽ നമ്മൾ ഒരാൾ കണ്ണ് രണ്ടും പോളെ തുറന്ന് പിടിച്ചിട്ട് വെള്ളം ഒഴിച്ച് കഴുകാൻ തന്നെ വേണം. അത് 10-20 മിനിറ്റ് തുടർച്ചയായിട്ട് ചെയ്യണം. അത് ആസിഡോ ആൽക്കലൊക്കെ ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അത് നന്നായിട്ട് നമ്മൾ ചെയ്യണം. അത് ആ സ്പോട്ടിൽ ചെയ്യലാണ് ഏറ്റവും പ്രധാനം. ആ ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർക്ക് പോകാം.